3 ആഴ്ച ഞങ്ങൾ റൂം അടച്ചിട്ടപ്പോഴത്തേക്കും ഫുള്ള് പൊടിയായി. അപ്പുറത്തെ ഫ്ലാറ്റിൽ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടേക്കാണുള്ള പൊടികൾ മൊത്തം വരുന്നത്. ഇത് ഫിലിപ്സിൻ്റെ വാക്യൂം ക്ലീനർ ആണ്. ഇതിൽ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഈ പൊടിയൊക്കെ സ്റ്റോർ ചെയ്തിട്ട് ആ പൊടി ഒന്ന് കാണണം. അതുകൊണ്ട് കാണുമ്പോഴാണ് ഇത്രയും പൊടിൻ്റെ ഉള്ളിലാണോ നമ്മൾ നിൽക്കുന്നതെന്ന് തോന്നിപ്പോകും. 2-3 ബ്രഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബ്രഷ് നമുക്കിങ്ങനെ ഹോൾസിൽ ചെറിയ നമുക്കിങ്ങനെ എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ വലിച്ചെടുക്കുന്ന ബ്രഷാണ്. പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പിടിച്ച് കിടക്കുന്നത് ഞങ്ങൾ ഡ്രൈ ഏരിയ ആണ്. ഇങ്ങനെ പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ബ്രഷ് കൊണ്ട് വരുത്തി കൊടുത്തിട്ട് വേണം വാക്യൂം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആയി വരുന്നുണ്ട്. എക്സ്ട്രാ 2-3 ബ്രഷ് കാര്യങ്ങളൊക്കെ ഇവർ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ ഇത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ കുറച്ച് ഗ്യാപ്പിലുള്ള പൊടികളൊക്കെ വലിച്ചെടുക്കുന്നത്. ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതും മാറ്റ് ക്ലീൻ ചെയ്യുന്നതും 2 ടൈപ്പ് ബ്രഷ് ഉണ്ട്. പിന്നെ ഇത് റൗണ്ട് ബ്രഷാണ്. ഈ ഒരു ബ്രഷിൽ ഞങ്ങളിങ്ങനെ നെറ്റിൽ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വരുന്ന പൊടി അപ്പോൾ തന്നെ വാക്യൂം ചെയ്തെടുക്കും. അങ്ങനെയാണ് ഇതുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഹൈറ്റിലുള്ള പൊടിയൊക്കെ തട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റിക്ക് ഉണ്ട് ഇതിൽ. ഈ സ്റ്റിക്ക് ഇതിൽ ഫിക്സ് ആക്കിയിട്ട് അതിൻ്റെ ടോപ്പിൽ നമുക്ക് ആ ബ്രഷൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹൈറ്റിലേക്കുള്ള പൊടിയൊക്കെ വലിച്ചെടുക്കാൻ പറ്റും. പ്ലഗ് കുത്തി ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്ക് ആയിക്കോളും. ഈ ഫാൻ ക്ലീൻ ചെയ്യുന്നതിൽ മാത്രം ഞാൻ ഈ കാര്യത്തിൽ ഓക്കെ അല്ല. എനിക്ക് വലിയൊരു കംഫർട്ട് കിട്ടില്ല ഫാൻ ക്ലീൻ ചെയ്തിട്ട്. അതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഒരു തുണി എടുത്ത് തുടച്ച്. അടുത്തത് ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതാണ്. അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ പോകുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ തന്നെ നന്നായിട്ട് പോയിട്ട് ഞാനൊരു സാധനം കാണിച്ചു തരാം. നമ്മുടെ സ്ലൈഡിംഗ് ഡോറിൻ്റെ അവിടെ മാത്രം വാക്യൂം ചെയ്ത് കിട്ടിയ പൊടിയാണ് ഇത്രയും തോന്നെ. നെക്സ്റ്റ് ഇങ്ങനെ നമ്മൾ ഷെൽഫ് നീക്കിയിട്ടിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബെഡിൻ്റെ അടിവശം ക്ലോസ്ഡ് ആണ്. അപ്പോൾ അവിടെ നമ്മുടെ ആ ഒരു ഷെൽഫ് നീക്കിയിട്ടിട്ടും ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇതിൽ ഡിഫറൻസ് കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഇതും സ്ലൈഡിംഗ് ഡോർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബ്രഷ് കൊണ്ടൊന്ന് നന്നായിട്ട് ഒന്ന് ഒരതി കൊടുത്തിട്ടാണ് പിന്നെ വാക്യൂം ചെയ്തെടുത്തത്. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് യൂസ് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ പണി ഇങ്ങനെ നോക്കി നിൽക്കുക, വീഡിയോ എടുക്കുക, ഇതൊക്കെ കണ്ടുപിടിക്കുക. എന്നാൽ ഇത്രയും പൊടി കണ്ടിട്ട് ഞാനിങ്ങനെ ആലോചിക്കുക ഇത്രയും പൊടിൻ്റെ ഉള്ളിലല്ലേ നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത്. പക്ഷെ നോക്കിയാലോട്ട് കാണില്ല. ഇങ്ങനെ വാക്യൂം ചെയ്തെടുത്തപ്പോഴാണ് എത്രയാ പൊടി എന്നുള്ളത് മനസ്സിലായി. എന്നും ക്ലീൻ ചെയ്യെങ്കിലും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും നമുക്ക് എന്നും ക്ലീൻ ചെയ്യാൻ നടക്കില്ല. ഇതൊന്നും 2 ആളുണ്ടെങ്കിൽ തന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് അടിക്കാനും തുടയ്ക്കാനും പിടിച്ചിടാനും മാറ്റാനൊക്കെ പറ്റുള്ളതാണ്. അവിടെ ആ പൊടി ഇങ്ങനെ സ്റ്റെക്ക് ആയിട്ട് കിടക്കും. പിന്നെ ഫ്ലാറ്റിലായതുകൊണ്ട് ഇത് 8 മണിക്ക് ശേഷം ഉപയോഗിക്കാൻ നടക്കില്ല. കാരണം ഇതിന് അപാര സൗണ്ടാണ്. എന്നും ഡീപ്പ് ക്ലീനിങ് നടക്കില്ല. പക്ഷേ ഒരു 2 ആഴ്ച ഒക്കെ കൂടുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അധികം പൊടിയൊന്നും വരില്ല. പിന്നെ ഈ ബെഡിൽ വെച്ച ഈ സാധനം ഇത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു കിട്ടില്ല സാധനമാണ്. കാരണം ഇതിലൊരു തുള്ളി വെള്ളം ആയാൽ പോലും ഉള്ളിലേക്ക് കിടക്കില്ല. അപ്പം കുട്ടികളുടെ അമ്മമാർക്കൊക്കെ വേണമെങ്കിൽ വാങ്ങി വെച്ചാൽ ഉപകാരപ്പെടും. പണ്ട് എനിക്കിങ്ങനെ ക്ലീൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വെക്കണമെന്നോ ഇതിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതാണ് ഇഷ്ടം. അങ്ങനെ മെസ്സിയായി കിടക്കുന്നത് എനിക്ക് ഇങ്ങനെ തീരെ ഇഷ്ടം. ആഫ്റ്റർ മാരേജ് അതിന് നല്ല മാറ്റമുണ്ട്. കാരണം എൻ്റെ കൂടെയുള്ള ആൾക്ക് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുക, ക്ലീൻ ചെയ്ത് കിടക്കുക എന്ന് പറയുന്നതിലും വലിയ കാര്യം വേറൊന്നുമില്ല. അപ്പം എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, ദൈവമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളത്. പക്ഷേ അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യം വന്നിട്ടേ ഇല്ല. ആദ്യമൊക്കെ എൻ്റെ അടുത്ത് പറയും ഞാൻ ക്ലീൻ ആക്കിയിട്ടോളാം, അത് ദയവ് ചെയ്ത് നാശാക്കരുതെന്നുള്ളത്. അത് ജോലി മാത്രമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ എന്താണെന്നറിയില്ല, ഇപ്പം എനിക്ക് ഇങ്ങനെ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത് വെക്കുക, റൂമൊക്കെ സെറ്റാക്കി വെക്കുക, നല്ല ക്ലീൻ ആക്കി എപ്പോഴും ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുക. അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് റൂമിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഫുഡിൻ്റെ പരിപാടികളൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം ക്ലീൻ ചെയ്ത് കിട്ടിയ പൊടിയാണിത്. ഇത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം നേരെ ഊരിയെടുക്കാൻ പറ്റും. ഇത്രയും പൊടി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. ഈ പൊടി കാണുമ്പോൾ തോന്നും ആദ്യമായിട്ടാണ് ഇവിടെ ക്ലീൻ ചെയ്തത് തന്നെ. പിന്നെ ഈ ഒരു ഭാഗം അതെൻ്റെ ഡിക്ഷണറിയിലേ ഇല്ല. ഈ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, ഞാൻ പറയല്ലോ എനിക്കങ്ങനെ കാണാനൊക്കെ ഇഷ്ടമുള്ളൂ, അല്ലാതെ അതൊന്ന് നോക്കിക്കൊണ്ടെടുക്കുക എന്നുള്ളത് എന്നെക്കൊണ്ട് പറ്റുന്ന പരിപാടിയേ അല്ല. ഇനി എന്തായാലും ഞങ്ങളൊരു 3-4 മാസത്തേക്ക് ഫ്ലാറ്റിലേക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫുള്ളായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ അത്ര വലിയ പൊടി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. 3 ആഴ്ച ഫ്ലാറ്റിൽ നിന്ന് മാറി നിന്നപ്പോഴത്തേക്കും ചെടികളൊക്കെ ഒരു പരിവായി. പിന്നെ ഈ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് നിറഞ്ഞെടുക്കുമ്പോൾ എന്തോ രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ രാവിലെ ഒറ്റയ്ക്കാവുമ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ കാണുമ്പോൾ ഒരു കണ്ണിനൊക്കെ ഒരു കുളിർമ വരും. പിന്നെ അതിലാർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ കൊണ്ട് നടക്കാൻ. ഒരു സാറ്റർഡേ സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സാറ്റർഡേ ഞങ്ങൾ എവിടെയെങ്കിലും പോകും, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലീനിങ് എന്തെങ്കിലും ചെയ്യും. സൺഡേ പക്ഷേ ഞങ്ങൾ എവിടെയും പോകില്ല, ക്ലീനിങ് ചെയ്യില്ല. അന്ന് വെറുതെ ഇരിക്കാനുള്ള ദിവസമായിരിക്കും. അങ്ങനെ ഈ സാറ്റർഡേ എന്തായാലും ഫില്ലായിട്ടുണ്ട്. ആഹാ, നല്ല മഴക്കാറിൻ്റെ കോളും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ അലക്കും തൊടയും അടിക്കലും എല്ലാം ഏകദേശം ഇവിടെ കഴിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി നല്ല ചായ ഒക്കെ കുടിച്ച് ഒന്നെങ്കിൽ പുറത്ത് പോകും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ. പിന്നെ ഫുൾ റെസ്റ്റ്. പിന്നെ നാളെ സൺഡേ ആയതുകൊണ്ട് ഫുൾ റെസ്റ്റ്. പിന്നെ 2 ആളും കഥ പറച്ചിൻ്റെ കാര്യത്തിൽ ഒരാൾ ഒന്നിന് മുന്നോട്ടായിരിക്കും. അതുകൊണ്ട് ഇത്ര നേരം പോയതേ അറിഞ്ഞില്ല. പിന്നെ ഈ വീഡിയോ ഞാൻ 2025 എടുത്ത് വെച്ചതാണ്. പക്ഷേ എഡിറ്റ് ചെയ്യാൻ ഇതുവരെ സമയം കിട്ടാത്തതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്തിരുന്നത്. പിന്നെ 26 ആയിട്ട് നന്നാവാന്ന് വിചാരിച്ചെങ്കിലും 26 ഫസ്റ്റ് മുതൽ അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഞാൻ ആലോചിക്കും നന്നാവേണ്ടവരാണെങ്കിൽ എന്താണെങ്കിലും നന്നാവും. ഇതവൻ്റെ ഏറ്റവും തുറന്നത്. അന്ന് എന്നെ ആക്കി പറഞ്ഞെങ്കിലും ഇന്ന് ഞാൻ ആലോചിക്കും നന്നാവേണ്ടവരാണെങ്കിൽ എന്തായാലും നന്നാവല്ലോ, അങ്ങനെയാണെങ്കിൽ എന്തായാലും നന്നായാൽ മതിയല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത മാസം തൊട്ട് നന്നാവാൻ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.